എത്രയോ കാലമായി കേരളത്തെക്കുറിച്ചും പ്രത്യേകിച്ചും മലപ്പുറത്തെക്കുറിച്ചും സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഒരു വിദ്വേഷവാചകമാണ് കേരള മുഖ്യമന്ത്രിയുടെ വായിൽ തിരുകി ഹിന്ദുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് വിയോജിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എന്നു പറഞ്ഞു വന്നവർ ഞങ്ങൾക്ക് എഴുതിത്തന്ന കുറിപ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്നാണ് ഹിന്ദുവിൻ്റെ മറുപടി. ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ കയ്യിൽ നിട്ടു എന്നല്ല അവർ പറയുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചാരേ ഉണ്ടായിരുന്നവർ, അവർ എഴുതിത്തന്ന കുറിപ്പാണ് ഞങ്ങൾ ചേർത്ത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് മറുപടി. ഈ പ്രശ്നത്തിന് ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ, വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിൽ അദ്ദേഹം പറയാത്ത ഒരു വിപത്ത് രാഷ്ട്രീയം ചേർത്തെഴുതി വെച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘമേതാണ് എന്നതിനെക്കുറിച്ച് സർക്കാരിന് അന്വേഷണമുണ്ടോ? ആ ഗൂഢാലോചകർ ആരാണെന്നറിയാൻ സർക്കാരിനും പാർട്ടിക്കും ഒരു താല്പര്യവും ഇല്ലാത്ത മട്ടാണ്. മുൻ MLAയുടെ മകൻ വന്നു പറഞ്ഞതുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തു, അതിനുശേഷം ഹിന്ദുവിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി, ഹിന്ദു ഒരു മാന്യമായ നില സ്വീകരിച്ചു, കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ അവർ തമ്മിലാവട്ടെ എന്ന അനുഭാവവാചകം പറയുകയാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പിഴവ് പറ്റുമ്പോൾ അവർക്കെതിരെ നശീകരണ മാധ്യമ പ്രവർത്തനം എന്ന വാചകം പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത മുഖ്യമന്ത്രി, വ്യാജ വാർത്തകൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ മടി കാണിച്ചിട്ടില്ലാത്ത ഒരു സർക്കാരിൻ്റെ അധിപൻ ഹിന്ദുവിനോട് അസാധാരണമായ അനുഭാവം പ്രകടമാക്കുന്നു. ഗൂഢാലോചനയെക്കുറിച്ച് ഒരന്വേഷണവും വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇത് എങ്ങനെയാണ് ശരിയാവുക? ഏജൻസിയെ തന്ത്രപൂർവ്വം പിന്നിലേക്ക് മാറ്റി ഒരു മുൻ MLAയുടെ മകനെ കരുവാക്കി മുന്നിൽ നിർത്തുകയാണോ സർക്കാർ? ഈ ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഉള്ളത് CPIM നിന്ന് ശ്രീ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ അനിൽ അക്കര എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാരത്തിൻ്റെ വിദ്വേഷവാചകം മുഖ്യമന്ത്രിയുടെ നാവിൽ തിരുകി പ്രസിദ്ധീകരിച്ച് ഈ നാടായ നാട് മുഴുവൻ ഓടിച്ചതിന് പിന്നിലെ ഗൂഢാലോചകർ ആരാണ് എന്ന് ഈ സർക്കാരിന് അന്വേഷിക്കണ്ടേ? മലപ്പുറം ജില്ലയിൽ പോലീസിൻ്റെ ഇടപെടലുകൾ തെറ്റായ നിലയ്ക്കാണ് നടക്കുന്നത് എന്ന നിലയിൽ നിലമ്പൂർ MLA ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ കേരള മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞതിൽ കേരളത്തിലാകെ ഈ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ നടത്തിയ സ്വർണ്ണവേട്ട, ഹവാല പണ ഇടപാട് ഒക്കെ, കള്ളക്കടത്ത് ഇടപാടുകളെ തടയുന്ന നടപടികളെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ 4 കൊല്ലമായി കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ, പിണറായി വിജയൻ സർക്കാരിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മകളെയും ഒക്കെ ചേർത്ത് കള്ളക്കടത്ത് നടത്തുന്ന ഒരു തെറ്റായ കാര്യം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് നയതന്ത്ര ചാനലിലെ കള്ളക്കടത്ത് എന്ന് തുടങ്ങിയ കെട്ടുകഥ മുതൽ പിണറായിയുടെ മേലെ കിരീടം ചാർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിയമസഭയിൽ ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ അത് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന വിദ്വേഷവാചകമാണ് എന്ന് മീഡിയ 1 ചർച്ച ചെയ്തതായി ഞാൻ കണ്ടില്ല. ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കടത്തുന്നു, പിന്നെ ബിരിയാണി ചെമ്പിൻ്റെ മറവിൽ സ്വർണം കടത്തുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്തിനെ വിശുദ്ധ ഗ്രന്ഥമായി കൂട്ടിക്കെട്ടിയ നിന്ദ്യവും നീചവുമായ കാര്യം എഴുതി കൊടുത്ത ബെന്നി ബെഹനാൻ, KM ഷാജി, കേരളത്തിലെ BJP നേതാക്കന്മാർ, ഇവരെല്ലാം കൂട്ടായി നിന്ന് 4 കൊല്ലമായി ഈ മുഖ്യമന്ത്രിക്കെതിരായി ഇതേ വിദ്വേഷ രാഷ്ട്രീയം വെച്ചുകൊണ്ട്, മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ട് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അതിനിരയായി തീർന്നൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് മറക്കരുത്. അതേ മുഖ്യമന്ത്രി ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആരോപണം ആർക്കെതിരായിട്ടാണോ സംഘപരിവാർ പറഞ്ഞത്, ആ സംഘപരിവാറാണ്, അവരുടെ കസ്റ്റംസാണ് കള്ളക്കടത്ത് പിടിക്കാത്തത്. ഇതാ ഞങ്ങളുടെ ഗവൺമെൻറ് ഇത്രയും കള്ളക്കടത്ത് പിടിച്ചിട്ടുണ്ട്, അതിലിത്രയും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, അത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് എന്ന് കേരള മുഖ്യമന്ത്രി പറയുന്നത് ഏതെങ്കിലും മതവിഭാഗത്തെയോ ഒരു പ്രദേശത്തെയോ ചൂണ്ടിക്കാണിക്കാനല്ല,
സംഘപരിവാരം ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന തെറ്റായ കാര്യങ്ങളിൽ കേരളത്തിലാണെങ്കിൽ, കേരളത്തിലെ വിമാനത്താവളത്തിലാണെങ്കിൽ ഈ പിണറായി വിജയൻ്റെ പോലീസ് അത് പിടിക്കും. അതിന്റെ കണക്കിതാ പിടിച്ചു എന്ന് വെച്ചാൽ മലപ്പുറത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു വരുന്നത് ഇതാണ്. മലപ്പുറത്തെ കുറിച്ച് അങ്ങനെ ഒരു വിദ്വേഷത്തിന് സാധ്യതയുള്ള ഒരു പരാമർശം നടത്താൻ ആഗ്രഹിക്കുന്നയാളല്ല മുഖ്യമന്ത്രി. ഇന്ന് അദ്ദേഹം അത് പറഞ്ഞു. എന്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ എന്ന്. എന്റെ ചോദ്യം ഇതാണ്, ആ ചോദ്യത്തിലാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ അനിൽകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ സർക്കാരും പറയാൻ ആഗ്രഹിക്കാത്ത വിദ്വേഷവാചകം അദ്ദേഹത്തിന്റെ നാവിൽ തിരുകി പ്രസിദ്ധീകരിക്കാൻ പിന്നിൽ പണിയെടുത്ത ഗൂഢാലോചകരെ കുറിച്ച് അന്വേഷണമുണ്ടോ? അവിടെയാണ് ഉത്തരം പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രി എവിടെ വരെ പറഞ്ഞു? മുഖ്യമന്ത്രി പറഞ്ഞ വാചകം, ഈ കള്ളക്കടത്ത് അൻവർ കേരള പോലീസ് കള്ളക്കടത്ത് പിടിക്കരുത്, ഇനി എങ്ങാനും പിടിച്ചാൽ തന്നെ കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കണം, അങ്ങനെ കള്ളക്കടത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കണമെന്നെല്ലാം കേരളത്തോട് പറയുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നിലപാട് അൻവറിനോട് വ്യക്തമാക്കുന്നതാണ് ഈ കള്ളക്കടത്ത് നാടിനെതിരായ കുറ്റകൃത്യമാണ്. നാടിനെതിരായ കുറ്റകൃത്യം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്, അത് രാജ്യസ്നേഹപരമായ കാര്യമല്ല എന്ന് തന്നെയാണ്. അത്രത്തോളം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു, നാടിനെതിരാണത്, ഞങ്ങളുടെ നിലപാട് അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു വാചകം ഹിന്ദുവിൻ്റെ ഇതിൽ വന്നു. ഹിന്ദുവിൽ വന്നപ്പോൾ നാടിനെതിരായ കുറ്റകൃത്യം എന്നത് രാജ്യദ്രോഹം എന്ന വാക്കിലേക്ക് അത് എഴുതി ചേർക്കുന്ന നില വന്നു. അത്തരമൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്, അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നില്ല. അത് സംബന്ധിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇത് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാചകമാണ്. അതിനർത്ഥം അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ നിലപാട് ഒരിക്കൽ പറഞ്ഞത് ഓൺ റെക്കോർഡാണ്. ആ റെക്കോർഡായത് ഉപയോഗിക്കുന്നതിന് ഹിന്ദുവിനൊരു തടസ്സവുമില്ല. അത് ചെയ്യാൻ മലയാളവും ഇംഗ്ലീഷും അറിയാവുന്നൊരു മാധ്യമ പ്രവർത്തക തന്നെയാണ് ഹിന്ദുവിൻ്റെത്. അവർ മറ്റൊരാളുടെ സഹായം തേടേണ്ടതില്ല. കേരള മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത് നിങ്ങൾ ഒരു തവണ കൂടി ശ്രദ്ധിക്കൂ. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യം കേരള ഹൗസിലെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഞാനത് തിരുവനന്തപുരം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി ഇനി പറയുന്നില്ല, അത് ഓൺ റെക്കോർഡ് അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്കത് എടുക്കാമല്ലോ എന്ന് സൂചന കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺ റെക്കോർഡാണ്, അവർക്ക് ലഭ്യമാണ്, വീഡിയോ റെക്കോർഡാണ്. അത് ലഭ്യമായി അത് ചെയ്യുന്നതിന് ആ ലേഖിക്ക് ചുമതലയുണ്ട്. അതിനിടയിൽ ആരെങ്കിലും ഇടപെട്ടുവെങ്കിൽ അത് ഹിന്ദുവിനെ ബാധിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്താ വേണ്ടത്? മുഖ്യമന്ത്രിക്കും സർക്കാരിനും അതിൽ നിർണായകമായ കാര്യമുണ്ട്. അനിൽകുമാർ, എന്റെ പോയിന്റ് നോക്കൂ, ആരെങ്കിലും എഴുതി കൊടുത്തു എന്നല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം ആ അഭിമുഖം കൊടുക്കുമ്പോൾ അവിടേക്ക് പാതിയിൽ ഒരാൾ കടന്നു വന്നു. അയാൾ ഏജൻസിയുടെ ആളാണെന്ന് ഞാൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല, ഹിന്ദുവിൻ്റെ ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ അവിടെ ഏജൻസിയുടെ ആൾ വന്നിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. ഹിന്ദു വളരെ ഉത്തരവാദിത്തോടെ പറയുകയാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ചു, ഇന്റർവ്യൂ തരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേ ഏജൻസിയുടെ പേര് പറയുന്നു, ആ ഏജൻസിയാണ് ഞങ്ങൾക്ക് കുറിപ്പെഴുതി തന്നത് എന്ന് പറയുന്നു. അത്രയും ആ പത്രം ഉത്തരവാദിത്തോടെ പറയുകയാണ്. എന്ന് വെച്ചാൽ അവർ ഓൺ ചെയ്യുന്നില്ല ഇതിനെ. മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രി അറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സമീപത്തിരുന്ന ആൾ, അയാളുടെ ഏജൻസിയാണ് ഞങ്ങൾക്ക് എതിരെ തന്നത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല എന്ന ശാഠ്യം എന്തിനാണ്? അല്ല, ശാഠ്യത്തിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചില സോഴ്സിൽ ചില വിവരങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ ചാടി വീടുമല്ലോ. ഇപ്പോൾ ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തി, ആ സ്വർണം കൊണ്ടുവന്ന് എടപ്പാൾ വരെ എത്തി, അവിടെ ഒന്ന് GPS ഓഫായി, പിന്നെ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. ഇത് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്. ഏത് സോഴ്സാണ്? സോഴ്സിന്റെ കാര്യമല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു ഏജൻസി. അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ കൂടെ ഏജൻസിക്കാരനുണ്ടായിരുന്നു, ഏജൻസിയുടെ പണിക്കാരൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചതാണ്. അല്ലെ, ഞാൻ തന്നെ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കൂടെ ഏജൻസിയുടെ പണിക്കാരനുണ്ടായിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്, അല്ലാതെ സോഴ്സും അറിയാത്തൊന്നുമല്ല. ആരാണ് എന്റെ കൂടെ വന്നിരുന്നയാൾ, ഹിന്ദുവിന്റെ അല്ലാത്ത ആൾ എന്ന് മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കണ്ടേ? നിങ്ങൾ 1000 പേരുടെ പേര് പറഞ്ഞാലും ഒറ്റ കാര്യമുള്ളൂ,
അൻവറുമായ ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്താണ് ഉത്തരം പറഞ്ഞത്? അതിന് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള പ്രശ്നം എനിക്കില്ല. അൻവറുമായ ചോദ്യത്തിന് താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി എന്തോ മോശം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഈ ചർച്ച എന്നാണ്. ഇന്നത്തെ ചർച്ച മുഖ്യമന്ത്രി പറഞ്ഞു എന്നതിനെ കുറിച്ചല്ല. മുഖ്യമന്ത്രി പറയുന്നു എനിക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞതാണ്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു ഏജൻസിക്കാരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് എന്റെ കൂടെ വന്നിരുന്ന? ഹിന്ദുവിന്റെ അല്ലാത്ത ആൾ, ഹിന്ദുവിന്റേതല്ലാത്ത ഒരു ഏജൻസിക്കാരൻ എന്റെ കൂടെ വന്നിരുന്നല്ലോ. അവൻ ആരാണ് എന്ന് അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രിക്ക്. അത് അന്വേഷിക്കില്ല എന്ന ശാഠ്യം എന്തിനാണ്? അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ നിഷാദ് റാവുത്തർക്ക് ഒരു മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ തന്നാൽ, നിഷാദ് മുഖ്യമന്ത്രി തമ്മിലുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ, ആ റെക്കോർഡ് ചെയ്ത ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കാൻ നിഷാദിന് ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. നിഷാദ് അതല്ലാത്തൊരു വാചകം മുഖ്യമന്ത്രിയുടേതായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിഷാദ് എന്ത് ചെയ്യണം? സ്വന്തം അച്ഛൻ എഴുതി തന്നാലും ഈ വാചകം അങ്ങയുടേതാണോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാം. ഇവിടെ എന്താണ് കൃത്യമായിട്ടുള്ളത്? മുഖ്യമന്ത്രി സമ്മതിച്ച കാര്യം അൻവറിന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഓൺ റെക്കോർഡ് വീഡിയോ ലഭ്യമാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാമല്ലോ. അല്ലല്ല, അത് ഹിന്ദുവിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. എന്റെ ചോദ്യം ഇത്രയാണ്, കുറച്ചുകൂടെ ലഘുവാണ്. അനിൽകുമാർ അഭിമുഖ മധ്യേ ഒരാൾ കടന്നു വന്നു, അയാൾ ഏജൻസിയുടെ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഏജൻസിയുടെ ആൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കാണ്. അയാൾ ആരാണ് എന്ന കാര്യം അന്വേഷിക്കാൻ സമയമായില്ലേ? കാരണം ഇത്രയും കോലാഹലം നടക്കുകയാണ്. ഹിന്ദു പറയുന്നു ഏജൻസിയാണ് കുറിപ്പ് തന്നതെന്ന്. ആ വന്നിരുന്ന ആൾ ആരാണ് എന്നതിനെ കുറിച്ച് സർക്കാരിന് അന്വേഷണമില്ലേ? പോലീസിന് അന്വേഷണമില്ലേ? പാർട്ടിക്ക് അന്വേഷണമില്ലേ? ഒരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ ഈ സാധനം അവിടെ കൂട്ടിച്ചേർത്തതായി കളവായി കൂട്ടിച്ചേർക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖി കൊടുത്ത അതോറിറ്റി എന്താണ്? ഞാൻ എന്താണോ തിരുവനന്തപുരത്ത് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതാണ് എൻ്റെ മറുപടി അക്കാര്യത്തിന്. അതോടുകൂടി മുഖ്യമന്ത്രി ഹിന്ദുവായിട്ടുള്ള ഇടപാട് കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ഹിന്ദുവായിട്ടുള്ള ഇടപാടിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും ഹിന്ദുവായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് സൗകര്യപൂർവ്വം മറുപടി പറയാണ്. വിട്ടേക്കൂ. മുഖ്യമന്ത്രി ഹിന്ദുവിന്റെ ഉത്തരവാദിത്വം, ഹിന്ദുവിന്റെ മോശം ജേർണലിസം ഒക്കെ അല്ല ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടെ വന്നിരുന്നയാൾ ഹിന്ദുവിന്റെ ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയാണ്. അല്ലല്ലോ. അപ്പൊ അയാൾ ആരാണെന്ന് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട സത്യസന്ധത എന്താണ്? ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അടക്കം ആരോട് നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയാലും നേരിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തൊരു വരി ചേർക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഹിന്ദുവിന്റെ ലേഖികയ്ക്ക് അതോറിറ്റി ഹിന്ദുവിന് സമ്മതിച്ചു. തെറ്റി. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് ഹിന്ദു തിരുത്തി. ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഹിന്ദുവിന്റേതല്ലാത്ത ഒരാൾ ഇരുന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ പോകണ്ട. പക്ഷെ ഈ ചോദ്യം ഉണ്ടല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഹിന്ദുവിന്റെ ആളല്ലാത്ത ഒരാൾ വന്നിരുന്നു, അയാൾ ആരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? കാരണം നിങ്ങളുടെ പോലീസ് ചോദിക്കുമല്ലോ എവിടെ പോകുന്നു, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ഐഡന്റിറ്റി. ആ പോലീസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് വന്ന ഒരാൾ മുഖ്യമന്ത്രി അടുത്തിരുന്നു, അയാൾ ആരാണ്? അത് പറയാൻ പറ്റുമോ? പാർട്ടിക്കോ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ? ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ അത് അന്വേഷിക്കുമോ? ഒരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ എത്രയോ ആളുകൾ വരുന്നുണ്ട്. ഇതൊന്നുമല്ല പൊതുമണ്ഡലത്തിലെ ഇന്നത്തെ ചർച്ചാ വിഷയം. പൊതുമണ്ഡലത്തിലെ ചർച്ചകൾ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു പോയിന്റ് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത കാര്യമാണ് അനിൽകുമാർ. താങ്കൾക്കും അറിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് ഹിന്ദു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ആർക്കും പോയി അല്ല ഹിന്ദു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കും അവിടെ പോയിരിക്കാമോ? ഹിന്ദു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമോ? ഒരു നാഷണൽ മീഡിയ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമോ? ആർക്കും പോയി അടുത്തിരിക്കാമോ? ആർക്കും പോയി അടുത്തിരിക്കാം. മുഖ്യമന്ത്രിയുടെ ഒരു പ്രശ്നമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ചെരിപ്പറിയാൻ വേണ്ടി വീഡിയോഗ്രാഫുമായിട്ട് മാധ്യമങ്ങൾ നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകർ നേരത്തെ എറിയേണ്ട ആളുകളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്ന ആംഗിൾ ഞങ്ങൾ നിന്ന് നിങ്ങൾ എറിഞ്ഞോണം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആ ഏറ് ലൈവാക്കി കാണിച്ച കേരളത്തിലാണ്. മുഖ്യമന്ത്രിക്കാണ് ലോകത്തെ ഏറ്റവും വലിയ അതൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്ത വിഷയം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് വഴിയിലൂടെ പോകുന്ന ആർക്കും കയറിയിരിക്കാമോ? അയാൾ ആരാന്ന് മുഖ്യമന്ത്രി പോലും ചോദിക്കില്ലേ? ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് പ്രചരിപ്പിച്ചത് ഏത് PR ഏജൻസിയാണ്? അത്രത്തോളം ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന ഏറ്റവും നീചമായ കാര്യം BJPയും കോൺഗ്രസും ലീഗ് കൂടെ ചെയ്തപ്പോൾ ഞെട്ടാത്തൊരു സമൂഹം ഇപ്പൊ ഏതാണ്ട് ഞെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു ഞെട്ടലും ഉണ്ടാകാൻ പോകുന്നില്ല. അനിൽകുമാർ, താങ്കളുടെ കയ്യിൽ ഉത്തരമുണ്ടെങ്കിൽ പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം എടുത്തുകൊണ്ടിരിക്കെ അവിടേക്ക് വന്നിരുന്ന ആൾ ആരാണ് എന്ന കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? തലസ്ഥാനം മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുത്തുകൊണ്ടിരിക്കെ അവിടേക്ക് വന്നിരുന്നു ഒരാൾ. അയാൾ ഏജൻസിയുടെ ആളാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ അറിയുന്നു. അങ്ങനെയെങ്കിൽ അയാൾ എന്തിനു വന്നു, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന കാര്യം പോലീസിന് അന്വേഷിക്കണ്ടേ? അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന് അന്വേഷിക്കണ്ടേ? പാർട്ടിക്ക് അറിയണ്ടേ? അറിയണ്ടായിരിക്കും അല്ലേ? അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃത്യതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണോ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറുപടി പറയാൻ പറഞ്ഞത്, ആ മറുപടി പറയുന്നിടത്ത് നിൽക്കുന്നു. ഹിന്ദു തിരുത്തിയതോടുകൂടി അവരുടെ പിന്നാലെ പോകാൻ ഞങ്ങളില്ല. മാത്രമല്ല അവരുടെ പിന്നാലെ പോകണ്ട. നിങ്ങളുടെ വിശാല സമീപനം സാധാരണ കാണാത്താണ്. പക്ഷെ ഹിന്ദു തിരുത്തിയ നിർത്തിയല്ലോ. പക്ഷെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന കക്ഷി ആരാണെന്ന് അറിയണമല്ലോ. അത് വേണ്ട നിങ്ങൾക്ക്? സന്തോഷത്തോടെ കാണും. അത് വേണ്ട. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന ആളെ അറിയണ്ട. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന ആളെ അറിയണ്ടേ? വയനാട്ടിൽ ചെലവായ കണക്കിന്റെ കള്ളക്കഥ പറഞ്ഞിട്ട് തിരുത്തിയോ? ഏത് PR ഏജൻസിയാണ് വയനാട്ടിലെ ചെലവായ കണക്കിന്റെ നിങ്ങൾക്ക് തന്നത്? വയനാട്ടിലെ കണക്കിന്റെ വസ്തുത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ നശീകരണ മാധ്യമപ്രവർത്തനം വിളിച്ചിട്ടുണ്ട്. വേണ്ടിവന്നാൽ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന ആളാരാണെന്ന് അറിയണ്ടേ അനിൽകുമാർ? മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന ആളാരാണെന്ന് അറിയണ്ടേ അനിൽകുമാർ? നിങ്ങളുടെ PR ഏജൻസി പറയൂ. കള്ളക്കഥ കേരള സർക്കാരിനെതിരെ, കേരളത്തിനെതിരെ, വയനാട്ടിലെ മനുഷ്യർക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കാൻ ഒരു PR ഏജൻസി എഴുതി തന്നപ്പോൾ നാണമില്ലാതെ അത് അച്ചടിച്ച മാധ്യമങ്ങൾ വിചാരണ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ നിയമ നടപടി എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ വിഷയത്തിൽ ആവശ്യമെങ്കിൽ നിയമ നടപടി ആലോചിക്കുന്നു. അത് നശീകരണ മാധ്യമ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഹിന്ദുവിന്റെ കാര്യത്തിൽ നശീകരണം എന്നുള്ള വാക്കെവിടെ? ഹിന്ദുവിന്റെ കാര്യത്തിൽ നശീകരണ മാധ്യമ പ്രവർത്തനം എന്നുള്ള വാക്കെവിടെ? നശീകരണ മാധ്യമ പ്രവർത്തനത്തിന് നടപടി വേണ്ടി വരും. അത് ഹിന്ദുവിന്റെ കാര്യത്തിലില്ലേ? കടത്തുപോലെ ഖുറാന്റെ മറവിൽ കടത്തിയെന്ന് അപമാനിച്ച പോലെ മറവിൽ കടത്തി എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടാത്ത നിങ്ങൾ മലപ്പുറത്ത് കയറപ്പോൾ ഞെട്ടുകയാണ്. ആ ഞെട്ടിൽ എല്ലാവർക്കും മനസ്സിലാകും. ആ ഞെട്ടൽ രോഗത്തിന്റെ കാര്യം മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന പറയുന്ന KM ഷാജിയെയോ ചെയ്യാത്ത മീഡിയ വണ്ണിന് എന്തു മര്യാദയാണ് ചോദിക്കാൻ അവകാശം? മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന അജ്ഞാതനാരാണ്? നിങ്ങൾ ഇന്നേ വരെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന അജ്ഞാതനാരാണ്? മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന അജ്ഞാതനാരാണ്? അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന അജ്ഞാതനാരാണ്? കളങ്കിതനാരാണ്? സ്വർണം കടത്തിയെന്ന് കെട്ടുകഥ പറഞ്ഞ PR ഏജൻസി ഏതാണ്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന PR ഏജൻസി ഏതാണ്? ഏജൻസി ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. എന്റെ ചോദ്യം ഇതാണ്, മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന കളങ്കിത വ്യക്തിത്വം ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന കളങ്കിത വ്യക്തിത്വം ആരാണ്? മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്നിരുന്ന മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ മുറിയിൽ വന്നിരുന്ന കളങ്കിത വ്യക്തിത്വം ആരാണ്? സംഘപരിവാറിന്റെ കൂടെ കൂടി ഖുറാന്റെ മറവിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന പോലും സാധൂകരിക്കാൻ കള്ളക്കമ്മട്ടം ഉണ്ടാക്കി കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ, അന്ന് ഞെട്ടാത്ത മാധ്യമങ്ങൾ, അതിന്റെ കൂടെ നിന്ന മാധ്യമങ്ങൾ മലപ്പുറം എന്ന് കേട്ടപ്പോൾ വല്ലാണ്ട് ഞെട്ടുന്നു. മലപ്പുറത്തെ കുറിച്ചല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മലപ്പുറത്തെ കുറിച്ചല്ലോ അനിൽകുമാർ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് മലപ്പുറത്തെ കുറിച്ചല്ലോ? ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി തന്റെ നയമല്ല, തന്റെ വാക്കല്ല, തന്റെ ഭാഷയല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് വേറെ ചില ആളുകൾ അച്ചടിച്ചു വെച്ചതിനെ കുറിച്ചും അവിടെ വന്നിരുന്ന അജ്ഞാതനെ കുറിച്ചും താങ്കൾക്കറിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അനിൽകുമാറിന് ഉത്തരവില്ലാത്ത, പറയാൻ കഴിയാത്ത, താങ്കൾ അധൈര്യപ്പെടുന്ന ഒരു പോയിന്റാണത്. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വന്ന അജ്ഞാതനും കളങ്കിതനുമായ വ്യക്തി ആരാണ് എന്ന് പറയാൻ താങ്കൾ അധൈര്യപ്പെടുന്നു. താങ്കൾക്ക് ഉത്തരവില്ല, താങ്കൾക്കറിയില്ല.
നിങ്ങൾക്കാണ് ധൈര്യമില്ലാത്തത്. താങ്കൾക്ക് ധൈര്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വന്ന കളങ്കിതനാരാണ് എന്ന് പറയാൻ, അത് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറയാൻ അനിൽകുമാർ താങ്കൾക്ക് ധൈര്യമില്ല. താങ്കൾക്ക് ധൈര്യമില്ല. നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശരി 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 ശ്രീ അനിലക്കര ശ്രീ അനിലക്കര ശ്രീ അനിലക്കര നോക്കൂ ശ്രീ അനിലക്കര നോക്കൂ ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കളങ്കിതനായ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയാൻ പോലും പാവം അനിൽകുമാർ ഭയപ്പെടുകയാണ്. അദ്ദേഹം ആ ചോദ്യത്തിൽ ടച്ച് ചെയ്യുന്നില്ല. കാരണം അത്രമേൽ ഭയം ബാധിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ CPM-കാർക്ക്. എന്തായിരിക്കും കാരണം ശ്രീ അനിൽകുമാർ? അല്ലല്ല, എന്റെ ചോദ്യം എടുക്കുന്നില്ല. മുന്നിൽ വന്നിരിക്കാൻ ഇപ്പൊ ആർക്കാ? അല്ല, ആർക്കാ പേടി? അല്ല, മുന്നിൽ വന്നിരിക്കാൻ എന്താ പ്രയാസം? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. അത് ധൈര്യമല്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. അത് ധൈര്യമല്ല. ശ്രീ അനിലക്കര അനിൽകുമാറിനെ പോലും ഭയപ്പെടുത്തുന്ന ആ കളങ്കിത വ്യക്തിത്വം ആരായിരിക്കും? ശ്രീ അനിലക്കര, ഞങ്ങൾ ചൂടുകല്ല, കള്ളക്കടത്തെന്ന് കേട്ടാൽ ഞങ്ങൾ തല കുനിക്കുകയല്ല, കള്ളക്കടത്തെന്ന് കേട്ടാലും ഖുർആന്റെ മറവിൽ കടത്തി. അനിൽകുമാറിനെ പോലും പ്രഗത്ഭനായ ഒരു ഡിബേറ്ററാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ പോലും ഭയപ്പെടുത്തുന്ന ആ പവർഫുൾ കളങ്കിത വ്യക്തിത്വം മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന, മുഖ്യമന്ത്രി എന്ന് സമ്മതിച്ച ആൾ ആരായിരിക്കും? ശ്രീ അനിലക്കര, കളങ്കിതൻ നിങ്ങളാണ്. കളങ്കിതൻ നിങ്ങളെ പോലെ വ്യാജ വാർത്ത താങ്കൾ പറയൂ. വ്യാജമായി അടിക്കുന്ന നിങ്ങളെ പോലെ കളങ്കിതരായ ആളുകൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് ഇവിടെ പറഞ്ഞതാണ്. അവിടെ നിഷാദിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ വന്നാൽ, ഏതെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ചെറുകഥയുമായി വന്നാൽ ആ ചെറുകഥ വായിച്ച് പൂർത്തിയാക്കുന്നവരെ ചിലപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഈ ചർച്ച പൊളിച്ച് തകിടുകൂടിയാക്കി പോകണം എന്ന തീരുമാനം എടുത്ത് വന്നിട്ടൊരാളാണ്. എനിക്ക് അല്ലല്ല, ഞാൻ കൊട്ടേഷൻ എടുത്ത EDD അല്ല. ശരി ശരി അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ആദ്യത്തെ പോയിന്റ് പറയട്ടെ, നമ്മൾ ലേറ്റ് ആയി പോയി. ശരി ശരി അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് പറയാൻ അനിൽകുമാർ ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഭയപ്പെടുന്നു. അതേക്കുറിച്ച് മിണ്ടാൻ അനിൽകുമാർ ഭയപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ശ്രീ അനിലക്കര എന്റെ ചോദ്യം. താങ്കൾ അതിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ട്. ധൈര്യക്കുറവാണ്. ഞാൻ താങ്കളുടെ പേടി മനസ്സിലാക്കിയിട്ടാണ് ആവർത്തിച്ച് ചോദിക്കാത്തത്. താങ്കൾക്ക് പേടിയാണ് ആ വ്യക്തിയെ, നിങ്ങളുടെ പാർട്ടിയെക്കാളും മേലെ നിൽക്കുന്ന ഒരു അദൃശ്യ വ്യക്തി, നിങ്ങളുടെ പാർട്ടിയെക്കാളും മേലെ നിൽക്കുന്ന പവർഫുൾ ആയ വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് പേടിയാണ് അനിൽകുമാറിന് ഭയമാണ് മിണ്ടാൻ. അനിൽകുമാർ പഴയ കാര്യങ്ങൾ പറയാണ്. അനിൽകുമാർ പഴയ വിവാദങ്ങളിൽ ഊന്നി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ ചോദ്യം എടുക്കാൻ താങ്കൾക്ക് ഭയമാണ്. താങ്കൾക്ക് ചോദ്യം എടുക്കാൻ ഭയമാണ്. മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്ന ആ കളങ്കിത വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന്, മുഖ്യമന്ത്രി സമ്മതിച്ച കളങ്കിത വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ, ആ ചോദ്യത്തിൽ തൊടാൻ താങ്കൾ ഭയപ്പെടുന്നു. നോക്കൂ താങ്കളുടെ മുഖം വല്ലാതെ ഭയപ്പെടുന്നു. താങ്കൾ ആ ചോദ്യത്തെ കളങ്കിത വ്യക്തി ആരാണ്? അനിൽകുമാർ കളങ്കിത വ്യക്തിയല്ലേ നിങ്ങൾ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നില്ല. താങ്കളുടെ പേടിയാ മനസ്സിലാക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല. താങ്കളുടെ ഭയപ്പാടിയാ മനസ്സിലാക്കുന്നു. ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്കല്ലേ പേടി? വേണ്ട, താങ്കൾ ഇത്രയും പ്രശ്നം എടുക്കണ്ട. ഞാൻ ചോദിക്കുന്നില്ല. അനിലക്കര CPIM-ന്റെ ഈ പാവം കോമ്രേഡ്സിനെ ഭയപ്പെടുത്തുന്ന മഹാവ്യക്തിത്വം ആരായിരിക്കും? അയാൾ അനിൽകുമാറിന്റെ മൈക്കൊന്ന് ഓഫ് ചെയ്യുന്ന നന്നായിരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അനിൽകുമാറിൻ്റെ മൈക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ മീഡിയ വൻ്റെ ഒരു പ്രേക്ഷകനും ഈ ചർച്ച കാണാൻ പോകുന്നില്ല. എനിക്കിന്ന് ഓർമ്മ വരുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് മരിച്ചതാണ്. കീരിക്കാടൻ ജോസ് കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന നേരത്ത് ആ കത്തിയെടുത്ത് മോഹൻലാലിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന കൊച്ചിൻ ഖനീഫയുടെ ചിത്രം ഇവിടെ അനിൽകുമാറിൻ്റെ ഡിബറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. രണ്ടും സമാനമായ സ്വഭാവമുണ്ട് എന്ന് തോന്നുകയാണ്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ സംരക്ഷകൻ എന്ന രീതിയിൽ ഈ ചർച്ച അടിച്ചു പിരിയാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്ന കൊച്ചിൻ ഖനീഫയെ പോലെയാണ് അനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മളിന്നൊരു ദയനീയമായ ചിത്രമാണ്. 11 മണിക്ക് കേരളം കാത്തിരുന്ന ഒരു വലിയ ബോംബ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി, വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന രീതിയിൽ പറഞ്ഞ് 11:30 കഴിഞ്ഞ് 11:45 വീണ്ടും ഒരു PR ഏജൻസി തയ്യാറാക്കിയ മറുപടിയുമായി വന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ്. ഇവിടെ നിഷാദ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടേക്ക് കടന്നു വന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്.
അവിടേക്ക് കടന്നു വന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറില്ല. നമുക്കറിയാലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്നത്? നമുക്കറിയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ പോയ ആളുകളെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗരക്ഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. കേരളത്തിൻ്റെ നിയമസഭ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഒരു ദിവസം MLA ആയിരുന്ന സമയത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം MLA ആയിരുന്ന ഒരാളാണ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആ ലിഫ്റ്റിൽ മുഖ്യമന്ത്രി ഇറങ്ങി വരികയാണ്. ആ വരുന്ന സമയത്ത് ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് എന്നെ തള്ളി മാറ്റിയ ഗൺമാൻമാരും പോലീസും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അനുഭവം പറയാം. ഞാൻ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ബസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ തൃശ്ശൂർ പോയതാണ്. അവിടെ മാധ്യമപ്രവർത്തനായ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ID ഉണ്ട്, ഞാൻ അത് ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി എത്ര പോയിന്റുകളിലെ ചെക്കിങ്ങും പരിശോധനയും ഉറപ്പാക്കലും കഴിഞ്ഞാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് എന്നെ വാഹനത്തിലേക്ക് കയറ്റുന്നതെന്നറിയാമോ? അവിടെ ഒരാൾ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ, ഒരു തടസ്സവുമില്ല, ഒരു പോലീസ് പരിശോധനയും ഇല്ലാതെ. എന്നിട്ട് അയാൾ ആരാണ് എന്ന കാര്യം അന്വേഷിക്കേണ്ട എന്ന് വെച്ചാൽ അയാൾ ഇത് വേണ്ടപ്പെട്ട ആളാണ്, ഒരു പരിശോധന ഇല്ലാതെ വരാൻ കഴിയുന്ന ആൾ. എന്നിട്ട് നമ്മളോട് പറയാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് ആർക്കും വരാമെന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ MLA ആയിരുന്നു, എന്നെ വകഞ്ഞു മാറ്റി. ഞാൻ പറഞ്ഞു ഞാൻ MLA ആണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു സാറ് ഞങ്ങൾക്കറിയാം, പക്ഷേ CM വരികയാണ്, മഹാരാജാക്കന്മാർ വരുന്നത് പോലെ CM വരികയാണ്. ഞാൻ കേരള നിയമസഭയിൽ പിണറായി വിജയൻ ജയിച്ച ധർമ്മടത്തു നിന്നാണ് MLA ആയതെങ്കിൽ ഞാൻ വടക്കാഞ്ചേരി MLA ആയാളാണ്. അപ്പോൾ ഈ MLA എന്ന പദവി എല്ലാവർക്കും തുല്യമാണ്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി എന്നത് മാത്രമാണ്. MLA എന്ന രീതിയിൽ ഭരണഘടനാപരമായി ഞങ്ങൾ രണ്ടുപേരും തുല്യ പദവി ജനപ്രതിനിധിയെ വഹിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി വരുന്ന സമയത്ത് എന്നെ വകഞ്ഞു മാറ്റി. എവിടെ? സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒന്നാമത്തെ അദ്ദേഹം ഇറങ്ങി വരുന്ന ലിഫ്റ്റിൻ്റെ മുന്നിലുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ആ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ആ അനുഭവം കേരളത്തിലെ ഒരുപാട് ആളുകൾക്കുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലത്തേക്ക് ആരും അറിയാതെ ഒരാൾ കടന്നു വരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ MLA മകൻ വന്നു എന്ന് പറയുന്നു, നമുക്ക് അതിനകത്ത് തർക്കമുള്ള കാര്യമല്ല. പക്ഷേ അവിടേക്ക് വന്ന കൈസൺ എന്ന് പറയുന്ന PR ഏജൻസിയുടെ പ്രതിനിധി, ഇത് യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇപ്പോൾ ഇങ്ങനെ ആക്കി വിട്ടതിനകത്ത് അവരുടെ ഒരു എയിമുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. ആ PR ഏജൻസിയുടെ വർക്ക് ഒരു ഘട്ടം വരെ വിജയിച്ചു. കാരണം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന്, പിന്നെ ADGP MR അജിത് കുമാർ മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഇതൊക്കെ മാറ്റാനുള്ളൊരു ശ്രമം എന്നതിൽ കുറച്ച് വിജയിച്ചെങ്കിൽ കൂടിയും അത് പട കണ്ട് പന്തളത്തി വന്ന പന്തംകുളത്തിപ്പട എന്ന രീതിയിലായി മാറി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കാൾ വികൃതമായൊരു മുഖ്യമന്ത്രിയായി മാറി എന്താണ് യാഥാർത്ഥ്യം. നുണയനായ മുഖ്യമന്ത്രിയായി ഇന്ന് ഇളിഭ്യനായ ഒരു ചിരിയുമായി കേരളത്തെ അഭിമുഖീകരിക്കേണ്ട ഗതികളിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു. സംഘപരിവാരത്തിന്റെ ഏജൻസികളാണ് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് സംശയം ഉയർന്നു നിൽക്കുകയാണല്ലോ. ആ ഏജൻസികൾക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാവില്ല എന്ന മട്ടിൽ അദ്ദേഹം ഒഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. കാര്യങ്ങളെക്കുറിച്ച് വഷളായിരിക്കുകയാണ്. അൻവർ പറയുന്നത് ഏതോ നിഗൂഢ ശക്തികളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതാണ്. ഏതാണ്ട് അതൊക്കെ ശരിയാവുന്ന മട്ടിലാണ്, ശരിയാണെന്ന് സംശയിക്കാവുന്ന മട്ടിലാണ് കാര്യങ്ങളുള്ളത്. നോക്കൂ, ഇത് ഈ പവർഫുൾ ഏജൻസി അനിൽ അക്കര നമ്മൾ ഞെട്ടിപ്പോവാണ്. നോക്കൂ, ഈ അനിൽകുമാറൊക്കെ ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സുഘടിതമായ നിലപാട് പ്രഖ്യാപിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഏജൻസിയെക്കുറിച്ചും വന്നിരുന്ന ആളെക്കുറിച്ചും മിണ്ടാൻ ഭയപ്പെടുന്നു വെച്ചാൽ ചില്ലറ ടീമല്ല അവര്. അല്ല, അതൊരു കീ കൊടുത്ത് വന്നിരിക്കുകയാണ് അനിൽകുമാർ. ആ ബാറ്ററി കഴിയുന്നത് വരെ ചെണ്ട കൊട്ടി കിലുക്കി ഈ ചർച്ച പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും അതിലേക്കൊന്നും അദ്ദേഹം കടന്നു പോകാൻ തയ്യാറാവില്ല. നമുക്ക് കൃത്യമായി അറിയാലോ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്. EP ജയരാജൻ സിരസിൽ സംഘപരിവാറിന്റെ വെടിയുണ്ടയേറ്റ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി നിൽക്കുന്ന EP ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ചർച്ചയുടെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി. നമുക്കറിയാവുന്ന വിഷയമല്ലേ. EP ജയരാജനേക്കാൾ വലിയ പരിരക്ഷ അല്ലെങ്കിൽ സുരക്ഷിതത്വമല്ലേ MR അജിത് കുമാറിന് കൊടുക്കുന്നത്? MR അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI പറയുകയാണ്. CPI പറഞ്ഞ എത്ര നാളായി? ഇവിടെ നമുക്കറിയാലോ കേരളത്തിന്റെ പോലീസ് മേധാവി പറയുകയാണ് ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നിരവധി വിഷയങ്ങളിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിൽക്കുന്നു. ആ റിപ്പോർട്ടുകളൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത് കംഫർട്ടായി MR അനിൽകുമാറിനെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള സമയത്ത്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം മുഖ്യമന്ത്രി എടുക്കുകയാണ്. അതാർക്ക് വേണ്ടിയാണ്? സംഘപരിവാറിന്റെ സിഗ്നൽ ലഭിക്കാൻ വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹസബുള്ളയുടെ അനുമതിക്ക് വേണ്ടി
ഈ MR അജിത് കുമാറിനെ മാറ്റുന്നതോ നടപടി സ്വീകരിക്കുന്നതോ ഒരു കാര്യം ഉറപ്പാണ്. നിഷാദ് എഴുതി വെച്ചോളൂ, സംഘപരിവാറിന്റെ അനുമതി കിട്ടിയ ഉടൻ ആ സമയം മുഖ്യമന്ത്രി MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കും. അത് കിട്ടേണ്ടത് നാഗ്പൂരിലാണ്. സംഘപരിവാർ RSSന്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. AKG സെന്റർ എന്നല്ല, ലെനിൻ സെന്റർ എന്നല്ല, ഡൽഹിയിലെ AKG സെന്റർ എന്നല്ല, നയിക്കുന്നത് നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിൽ നിന്നാണ്. ആ ഭയമാണ് ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന അനിൽകുമാറിൽ പോലും നിഴലിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. SLC അനിൽകുമാർ, നോക്കൂ, ഇതിന്റെ മൗലികമായ ചോദ്യം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വന്ന കളങ്കിത വ്യക്തിത്വം ആരാണ്, അയാളെ കുറിച്ച് അന്വേഷണം ഉണ്ടാവും എന്നുള്ളതാണ്. താങ്കൾക്ക് ആ ചോദ്യത്തിൽ തൊടാൻ ഭയമുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് താങ്കളെ സമ്മർദ്ദത്തിലാക്കുക ഈ രാത്രിയിൽ എൻ്റെ ഉദ്ദേശമല്ല. നമുക്ക് നാളെയും കാണണം. അതുകൊണ്ട് താങ്കൾക്ക് ആ ചോദ്യത്തിൽ തൊടാനുള്ള ഭയം മനസ്സിലാക്കി ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാതിരിക്കണോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ നിർത്തും. ഇത് ചോദിക്കില്ല, സത്യമായും ചോദിക്കില്ല. അല്ല, എനിക്ക് നിഷാദിന്റെ ഔദാര്യമൊന്നും വേണ്ട, ഞങ്ങളുടെ പാർട്ടിക്കും മീഡിയ കൊണ്ട് ഔദാര്യമൊന്നും വേണ്ട. പക്ഷെ ഒരു മനുഷ്യൻ വേറെ മനുഷ്യനോട് കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. ഒരാൾക്ക് ഒരു കാര്യത്തിൽ മിണ്ടാൻ പേടിയുണ്ടെങ്കിൽ അയാളെ വീണ്ടും നിർബന്ധിക്കുന്നത് മര്യാദ അല്ലാതാണ് എന്റെ ബോധ്യം. രാഷ്ട്രീയ പോരാട്ടമാണ്. എന്റെ ബോധ്യം തിരിച്ചാണ്. നിങ്ങൾക്ക് തുറന്നു പറയാൻ അവകാശമുണ്ട്, പറ്റുകയില്ല പറയണ്ട. ഈ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന തരത്തിൽ നടത്തിയ പ്രചരണത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 4 കൊല്ലമായി കേരളത്തിൽ കേൾക്കുന്നു. നിങ്ങൾ ഏത് PR ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കാര്യം കേരളത്തിൽ പ്രചരിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം. അതിനാരാണ് നിങ്ങൾക്ക് ആ പ്രചരണത്തിന് സഹായകരമായത്? ഇന്നേ വരെ കോൺഗ്രസ്സുകാരുടെ ആ ചോദ്യം ചോദിച്ചോ? സ്വർണം കടത്തി നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നത് ഞാനല്ല പറയട്ടെ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഒരു കളങ്കിതരും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരിടത്തും ഉണ്ടാവില്ല. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതോ? കളങ്കിതരുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതോ? എന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ അറിയാത്ത ഒരാൾ വന്നു, അയാൾ ഹിന്ദുവിന്റെ ആളായിരിക്കുമെന്ന് ഞാൻ കരുതി. അയാൾ ഹിന്ദുവിന്റെ ആളല്ലായിരുന്നു, അയാൾ ഏജൻസിയുടെ ആളാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അയാൾ എങ്ങനെ വന്നു എന്ന കാര്യം നിങ്ങൾ പറ. അതാ പറയേണ്ടത്. അല്ലാതെ ആരും ഉണ്ടാവില്ല, എന്നെ അറിയാമല്ലോ, എന്റെ ചരിത്രം അറിയാമല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി അറിയാമല്ലോ എന്നൊന്നും അല്ല വേണ്ടത്. സ്പെസിഫിക് ആയ ആൻസർ പറ. ആരാണ് അയാൾ? സ്പെസിഫിക് ആയ ആൻസറല്ലേ ചോദിച്ചത്, സ്പെസിഫിക് ആയ ചോദ്യമല്ലേ ചോദിച്ചത്. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയുമ്പോൾ അത് അച്ചടിച്ച് കൊടുത്തത് ഏത് PR ഏജൻസി എഴുതി തന്നാന്ന് ചോദിച്ചിട്ട് ഉത്തരവുണ്ടോ? മനുഷ്യനല്ലേ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യാത്ത നിഷാദ് റാവുത്തറുടെ മാനുഷികതയെ കുറിച്ച് ഞാൻ പറയണോ? ഏത് ഖുറാന്റെ മറവിലാണ് സ്വർണം കടത്തിയത്? അന്ന് കേട്ട് ഞെട്ടാത്ത ആളുകൾ അവരോട് പറയാണ്, ഈ മുഖ്യമന്ത്രിക്കെതിരായും ഓഫീസിനെതിരായും കുടുംബത്തിനെതിരായും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കെട്ടിച്ചമച്ച നുണകൾ പൊളിച്ചടുക്കി. ഹിന്ദു കെട്ടിച്ചമച്ച നുണയെ കുറിച്ച് പറയൂ. നിങ്ങളുടെ ഓഫീസിനെ കുറിച്ച് ഹിന്ദു അല്ലേ നിങ്ങൾ പറഞ്ഞു? ഹിന്ദു മാന്യമായ നില സ്വീകരിച്ചു, ഹിന്ദു നല്ല ഒരു നില സ്വീകരിച്ചു. എവിടെ സ്വീകരിച്ചു? ഹിന്ദു നല്ല നില സ്വീകരിച്ചു എന്നുള്ള ഔദാര്യവാചകം എന്ന് പറഞ്ഞല്ലോ, വിശാലവാചകം പറഞ്ഞല്ലോ. ഹിന്ദു എവിടെ നല്ല നില സ്വീകരിച്ചത്? മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്നും അവർ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ഞങ്ങൾക്ക് കുറിപ്പെഴുതി തന്നു എന്നല്ലേ അവർ പറഞ്ഞത്? അല്ല, അവരോട് മാപ്പ് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ഈ PR ഏജൻസി എഴുതുന്നത് പ്രസിദ്ധീകരിച്ച തെറ്റാണ്, പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി പ്രവർത്തിച്ചു എന്നാണ് അവർ പറയുന്ന കാര്യം. അത് മാന്യമായ നിലയാണോ? അത് ചോദിക്കണ്ടേ? അത് മാത്രമല്ല, മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിരുന്നു എന്ന്. അയാൾ ആരാ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ? അത് നിങ്ങൾക്കറിയാം. ശ്രീ അനിൽകുമാർ, താങ്കൾക്കും അറിയാം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന് അവിടെ ഇരുന്നിട്ടുണ്ട്. അയാൾക്കെതിരെ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞാലോ അയാൾ കളങ്കിതരാണെന്ന് പറഞ്ഞാലോ അനിൽകുമാർ ബുദ്ധിമുട്ടുമെന്ന് അനിൽകുമാറിന് അറിയാം. മറുപടി പറയണ്ടേ? ഇതിനുള്ള മറുപടി ഉണ്ടേ പറ. മറുപടി പറയണ്ടേ? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഇത്രയും നേരം കളങ്കിതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നേരത്തെ 4 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ്. ആ സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് സംഘപരിവാറിനെയാണ് ഞങ്ങൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഇവിടെ അനിലക്കര പറയുന്നത് എന്താണ്? അനിലക്കര പറയുന്നത് സംഘപരിവാറിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ. എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഈ സംഘപരിവാറല്ലേ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതായി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം പിടിച്ചെടുത്തിട്ട് ഇത്ര കിലോ സ്വർണം ഉണ്ടെന്നൊരു മുഖ്യമന്ത്രി പറയുന്നത്? അപ്പം കളങ്കിതർ, നിങ്ങൾ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതർ കയറാത്ത ഓഫീസാണ്. നിങ്ങൾ പറയുന്നത് പോലെ 4 കൊല്ലക്കാലം പ്രചരിപ്പിച്ച പോലെ ഒരു കളങ്കിതനും ഇട കൊടുക്കാത്ത അന്തസ്സുള്ള മാത്രമല്ല നടപടിയിലൂടെ
മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു ഏജൻസിയുടെ തലവനാണ്. ആ ഏജൻസിയുടെ സൗത്തിന്റെ കാര്യം നോക്കുന്ന സ്ത്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ പണിയെടുത്ത BJP സിമ്പതൈസറാണ്. BJP സിമ്പതൈസേഴ്സ് പണിയെടുക്കുന്ന BJP സിമ്പതൈസേഴ്സ് സ്ഥാപിച്ച റിലയൻസുമായി ബന്ധമുള്ള സ്ഥാപനത്തിലെ ആൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്ന് കസേരയിൽ ഇരുന്നത് എങ്ങനെയാണ്? അവകാശമുണ്ട്. ആരാണ് അയാൾ? അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല. ആരാണ് അയാൾ? നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് നടക്കാം. ആരാണ് അയാൾ? നിങ്ങളുടെ ആഫീസിനെ കുറിച്ച് ആരാണ് അയാൾ? ആഫീസിനെ കുറിച്ചൊന്നും ഞാൻ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ല. കളവാണെന്നും താങ്കൾക്ക് മുഖ്യമന്ത്രി തെളിയിച്ചു. അനിൽകുമാർ ആരാണ് അയാൾ? ആരാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്ന ഏജൻസിക്കാരൻ എന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ പറ, ഇല്ലെങ്കിൽ എനിക്കറിയില്ല. എന്ത് അടിസ്ഥാനത്തിലാണ്? ആരാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിരുന്ന ഏജൻസിക്കാരൻ പറയുന്നത്? മുഖ്യമന്ത്രി അടുത്ത് വന്നിരുന്ന ഏജൻസിക്കാരൻ ആരാണ്? അതിനാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്. ഒരു തെറ്റായ ഒരാളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരില്ല. അപ്പൊ പിന്നെ ശരിയായ ആളാണ്. അപ്പൊ അടുത്ത് വന്നിരുന്ന ആൾ ശരിയായ ആളാണ്. 4 കൊല്ലമായി അടുത്ത് വന്നിരുന്ന ആൾ ശരിയായ ആളാണ്. പൊളിച്ചടുക്കി ഈ മുഖ്യമന്ത്രി അടുത്ത് വന്നിരുന്ന ആൾ ശരിയായ ആളാണ്. അതുകൊണ്ട് ഒരു കളങ്കതനും അങ്ങോട്ട് കയറത്തില്ല, ആ ഓഫീസിലേക്ക് കയറത്തില്ല. അവിടെയാണ് PV അൻവർ തെറ്റായ കാര്യം പറഞ്ഞു വന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു. ഒരു കളങ്കിത പ്രവർത്തനത്തിനും സന്ധിയില്ല. ഇത് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കണ്ടത്, കേരളം കണ്ടത്. അതിൽ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. ആ അഭിമാനമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഏത് അഭിമാനം? മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ മുറിക്കകത്ത് കളങ്കിതരായ വ്യക്തികൾ വന്നിരിക്കുക, ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുക, മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതി കൊടുക്കുക. അതേക്കുറിച്ച് മിണ്ടാൻ താങ്കൾക്ക് ഭയം, മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് ഭയം, സർവത്ര CPM സിസ്റ്റത്തിന് ഭയം. ഭയപ്പെടുന്ന ആരെയാണ്? ഒരു സംഘപരിവാർ സ്വഭാവമുള്ള ഏജൻസിയെ കുറിച്ച് മിണ്ടാൻ ഭയം. പിടിച്ച കള്ളസ്വർണത്തിന്റെ കണക്കാണ്. ഈ രാത്രിയിൽ ഒരു പാർട്ടി അനുഭവിക്കുന്ന ഭയം എത്രയാണെന്ന് കാണും, അതിന്റെ ആഴം എത്രയാണെന്ന് കാണും. ഞാൻ ഇടവേള എടുത്ത് വേഗം തിരിച്ചു വരാം ഈ ചർച്ചയിലേക്ക്. ശരി. അനിൽ അക്കര ഇന്നിപ്പോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് DG എഴുതിയിട്ടുണ്ട്, കുറിപ്പിലെന്നാണ്, DGP എഴുതിയിട്ടുണ്ടെന്നാണ്. പക്ഷേ എന്നാലും ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ അന്വേഷണം എത്ര കാലത്തേക്കാണ് നീട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം വിജിലൻസ് അന്വേഷണം 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DGP ഇദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്ന് എഴുതിയാൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് വേറൊരു പദവിയിലേക്ക് മാറ്റിവെക്കുന്നതിന് ഒരു റിപ്പോർട്ടും ഇല്ലെങ്കിൽ ഒരു തടസ്സമില്ല. പക്ഷേ ഇത് എഴുതി കൊടുത്തൊരു കാരണം ഉണ്ടായിട്ട് കൂടി പിന്നെയും വിശദമായി അന്വേഷിക്കുകയാണ്. സത്യത്തിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അനിലക്കര DGPയോട് പറയാണോ, ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ചിലപ്പം അജിത് കുമാറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിലോ എന്നാണോ CM പറയുന്നത്? അല്ല, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരം കലങ്ങി വളരെ കറക്റ്റാണ്. ആരാണ് കലക്കിയത്? വളരെ ക്ലിയർ ആയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി സംഘപരിവാർ കലക്കിയതാണ്. എല്ലാവർക്കും കൃത്യമായിട്ട്, തൃശ്ശൂർക്കാരെ ഞങ്ങൾക്കറിയാം. അവിടെ വന്ന ആനയ്ക്ക് പോലും അത് കൃത്യമായിട്ട് അറിയാം. ആനയുടെ പാപ്പാന്മാർക്ക് പോലും കൃത്യമായിട്ട് അറിയാം. LDFന്റെ സ്ഥാനാർത്ഥി പോലും പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് നാണം കെട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഉറപ്പ് നൽകി, എന്തെന്ന്, അജിത് കുമാറിനെ മാറ്റാനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എന്താണ്? അന്വേഷണം കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കാം. അപ്പോൾ അന്വേഷണം കഴിഞ്ഞതിന് ശേഷമാണോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് അജിത് കുമാറിനെ മാറ്റും എന്നുള്ള ഉറപ്പ് നൽകിയത്? അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ 2 നൂറ്റാണ്ടിലധികമായി ലോകത്തിൻ്റെ തന്നെ സാംസ്കാരിക പൈതൃകമായ തൃശ്ശൂർ പൂരം അത് കലക്കിയത് വളരെ നിർഭാഗ്യകരമാണ്. അതിൻ്റെ ക്രിമിനൽ കേസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ക്രൈംബ്രാഞ്ച് ADGP എടുക്കുമെന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് തള്ളിയെന്ന് ഒരു ഭാഗത്ത് പറയുന്നു. ആ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. അതിനകത്ത് DGP തന്നെ ഇദ്ദേഹത്തിൻ്റെ നടപടി ശരിയല്ല എന്ന് പറയുന്നു. കേരളത്തിൻ്റെ പോലീസിൻ്റെ മേധാവി എന്ന് പറയുന്ന DGP തന്നെ ഇദ്ദേഹത്തിനെതിരായ നോട്ട് എഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ ആർക്കാണ് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരു കോടതിയിലേക്ക് ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയോ ക്യാബിനറ്റിൻ്റെയോ താല്പര്യമൊന്നും അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല. നിയമപരമായി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തടയാൻ കഴിയാതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ നടപടിയുടെ ബോധപൂർവമായ വീഴ്ചയാണെങ്കിൽ ആ ക്രിമിനൽ കോൺസ്പിറൻസിയിൽ അദ്ദേഹവും പങ്കാളിയാണ്. അത് വളരെ ക്ലിയറായി DGP പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹത്തെ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് മാറ്റണം, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ആ പദവികൾ നീക്കണം എന്നതാണ് അടിയന്തരമായി ഒരു സാധാരണ ജനപ്രതിനിധിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇവിടെ എന്താണ്? വീണ്ടും അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അജിത് കുമാറിനെതിരായി എത്ര അന്വേഷണമാണ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് 6ാമത്തെയോ
ഏഴാമത്തെയോ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് മാത്രമല്ല ശനിലക്കര ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥ പ്രമാണിമാർ RSSകാരെ കാണുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ, കാണേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കാണുന്നതിനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്താണ് എന്ന ചോദ്യം CPM-ന്റെ PB അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പറയണമല്ലോ. പിണറായി വിജയൻ ഉത്തരവില്ല. അദ്ദേഹം ഈ നിയമസാങ്കേതികത പറയാണ്, സർക്കാർ നടപടി പറയാണ്, റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിനെ കുറിച്ചല്ല ചോദ്യം. മാധ്യമങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്താണ് RSSനെ കാണുന്നതിനെ കുറിച്ച്. നോക്കൂ, അതിൽ പോലും മറുപടി പറയാൻ കഴിയാത്ത വിധം തൻ്റെ ചരിത്രത്തെ, തൻ്റെ സ്വന്തം ചരിത്രത്തോട് അനീതി ചെയ്യുന്ന മൗനം എടുക്കുകയാണ് അദ്ദേഹം. അല്ല, മാനസികമായി അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു സംഘപരിവാറിൻ്റെ ഫോളോവറായി മാറിയ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ കാണുമ്പോൾ ഒരു സംഘപരിവാറിൻ്റെ ഫോളോവറായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഒരു പക്ഷേ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സേവാഭാരതിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി ചിലപ്പോൾ മാറിയേക്കാം. ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കൊക്കെ തോന്നിയത്. ഞാനതാണ് സൂചിപ്പിക്കുന്നത്. MR അജിത്കുമാറിനെതിരായിട്ടുള്ള നടപടികൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നടപടിയെടുക്കാൻ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? നരേന്ദ്രമോദിയുടേതാണോ, മോഹൻ ഭാഗവതിൻ്റെതാണോ, ഒസബളയുടേതാണോ? ആരുടെ വാക്കുകളാണ്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഇവനാരുമല്ല. എന്ന് വെച്ചാൽ CPM അല്ല നയിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, EP ജയരാജനെ മാറ്റിയ നിമിഷ നേരം കൊണ്ട് മാറ്റി, ചർച്ച പോലും ചെയ്യാതെ മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ MR അജിത്കുമാറിനെ മാറ്റാൻ കഴിയുന്നില്ല. ഇവിടെ പിന്നെ അനിൽകുമാർ വളരെ പഴയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. എന്താണ് കേസ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിന്റെ പുറത്തേക്ക് മാറ്റണമെന്നുള്ള ഹർജി അവിടെ നടന്ന സമയത്ത് EDയുടെ അഭിഭാഷകർ അവിടെയില്ല. അപ്പോൾ സുപ്രീം കോടതി ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം നഷ്ടപ്പെട്ടു പോയോ എന്ന വളരെ പ്രധാനപ്പെട്ട ഈ സമയത്ത് ഏറ്റവും വാല്യുബിൾ ആയ ഒരു ക്വസ്റ്റ്യനാണ് സുപ്രീം കോടതി ചോദിച്ചത്. EDയോട് ചോദിക്കുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? വളരെ ക്ലിയർ അല്ലേ? എന്താണ് കാര്യം? അതാണ് ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിലും രാഷ്ട്രീയ നിലപാടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് വരും മുമ്പേ RSS കാര്യാലയത്തിൽ പോകുന്ന ആൾക്കാർ നമ്മുടെ കൂടെ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. കാരണം അത് പൊളിറ്റിക്കൽ പൊസിഷനാണ്. അതിന് അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. നിർഭാഗ്യം വെച്ചാൽ CPM-ന് പൊളിറ്റിക്കൽ പൊസിഷനില്ല, അതിൻ്റെ PB അംഗത്തിനും ഇല്ല. അവർ ഏതൊക്കെയോ റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക ഒരു റിപ്പോർട്ട് വരുന്നു, അതിൽ അജിത്കുമാറിന് പിഴച്ചു എന്നൊരു പരാമർശമുണ്ട്. അതെങ്കിലും കാരണമാക്കി അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാം. നടപടിയൊന്നുമല്ല കേട്ടോ, ചുമതലയിൽ നിന്നൊന്ന് നീക്കി വേറെ എങ്ങോട്ടെങ്കിലും വെക്കാം. സമയമായിട്ടില്ല, ഒന്നുകൂടെ അന്വേഷിക്കൂ. എത്ര സമയമാണ് ഈ അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നത് എന്നും അറിയില്ല. ശ്രീ അനിൽകുമാർ, ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തെങ്കിലും പേടിയുണ്ട് നാട്ടുകാരോട് പറയും, നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ലേ. ആരാ നിങ്ങളെങ്ങനെ പേടിപ്പിക്കുന്നത്? RSSുമായിട്ട് എൻഗേജ് ചെയ്യുന്നവരോട് സഹകരിക്കാൻ പാടില്ല എന്ന നിങ്ങളുടെ അഭിപ്രായം ശരിയാണെങ്കിൽ ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് വരാൻ പാടില്ല. RSSുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്ന ജമായത്തെ ഇസ്ലാമിയ പറഞ്ഞത്. ഒരു CPM-കാരനും ഒരു എൻഗേജ്മെൻറ്റിനും പോയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് RSS ആണ് ഭരണം നടത്തുന്നത്. അവരുമായിട്ട് എൻഗേജ് ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? RSSന്റെ പ്രതിനിധികളുമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകൾ നടത്തിയ ചർച്ചയെക്കുറിച്ചുള്ള CPM-ന്റെ നിലപാട് എന്തായിരുന്നു? നിഷാദെ ചർച്ച അലമ്പരുത്. കാര്യം പറഞ്ഞു പോകണം. അല്ലല്ല, മോളിൽ കൂടെ വീശിപ്പോയി കളയരുത്. എന്റെ ചോദ്യം ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിലേക്ക് വരുന്നത്. ഞാൻ ജമാഅത്തിലേക്ക് തന്നെയാണ് വരുന്നത്. എവിടെ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകൾ RSSന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ചുള്ള CPM-ന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്? ചോദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആദ്യം പറയാം. പറയുന്നത് നിങ്ങളുടെ നേതാവ് കൊടുത്ത ഇന്റർവ്യൂ പറയുന്നത് RSSുമായി എൻഗേജ് ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. RSS ഇന്ത്യയിൽ അതുപോലെ വലിയ സംഘടനയാണ്. ഇന്റർവ്യൂ കൈത്തരാം, അങ്ങോട്ട് വേണേൽ തരാം. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനകത്ത് വന്നിരുന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന മാനദണ്ഡം അനുസരിച്ച് എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. ജനൻ TV പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ നിങ്ങളുടെ ചാനലും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കലാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നത്. CPM-ന് പ്രതിനിധിയായിട്ടൂടെ വന്നിരിക്കുന്നത്, തല കുനിച്ചല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ CPM നിലപാട് എന്താണ്?
ചെയ്യാമെന്നോ ചെയ്യുന്നതിൽ തെറ്റില്ലാന്നോ RSS വലിയ സംഘടനയാണ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ നിലപാട്? വ്യക്തമായി കേൾക്കൂ. CPM-ന് RSS-മായി ഒരു എൻഗേജ്മെന്റും ഇല്ല, പുള്ളിപ്പുലിയുടെ പുള്ളിയുമായില്ല. RSS-മായി രാഷ്ട്രീയ ചർച്ചയ്ക്ക് CPM-ന്റെ ഒരു നേതാവും പോയില്ല. രാജീവ് ഗാന്ധി പോയി. രാജീവ് ഗാന്ധി ദേവരസ് കൂടിക്കാഴ്ച നിങ്ങൾ ആലോചിച്ചു നോക്ക്. ADGP പോയതിനെ കുറിച്ച് എന്റെ ചോദ്യം. RSS സർസംഘചാലകന്റെ സ്റ്റാമ്പ് ഞങ്ങളാ അച്ചടിച്ചത്. സർസംഘചാലകന്റെ സ്റ്റാമ്പ് അച്ചടിച്ചതൊക്കെ ഞങ്ങളാണ്. ആരാ? മൻമോഹൻ സിംഗ്. അങ്ങോട്ട് പിടിക്കണം. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ RSS വിരുദ്ധത പറഞ്ഞാൽ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന സുധാകരനെ ആദ്യം അവിടുന്ന് മാറ്റ്. സുധാകരനെ കൂലിക്ക് കാവൽ നിൽക്കാൻ പോകുന്ന സുധാകരൻ RSS-ന്, എന്നിട്ട് CPM-നെ പഠിപ്പിക്കുക. മുഖ്യമന്ത്രിയുടെ ഇരിപ്പ് കണ്ടാൽ RSS-ലേക്കാണ്. എന്തിൻ്റെയാ? സേവാഭാരതിയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാകാൻ പോകുന്നു. അല്പത്തം പറയരുത് ചർച്ചയ്ക്കകത്ത്. എപ്പോഴും ED-യുടെയും CBI-യുടെയും പുറകെ പോയി വാലെ തൂങ്ങി നടക്കുന്ന ഈ കേരളത്തിനകത്തെ ഒരു തരത്തിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് പോലും പൊരുത്തപ്പെടാത്ത പാദസേവയുടെ RSS പാദസേവയുടെ വ്യക്തിത്വമാണ് നിങ്ങൾ. ആ അനിലക്കരയാ പറയണത്. എന്നിട്ട് നിങ്ങൾ പറയാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ട എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. നിങ്ങളുടെ നിലപാടുണ്ടെങ്കിൽ ഒറ്റ വരിയിൽ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവോ? എന്താണ് RSS-മായി എൻഗേജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ത് കാര്യത്തിനായാലും അങ്ങനെ എൻഗേജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുപൊറിപ്പിക്കാമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള രാഷ്ട്രീയ നിലപാട് ഒരേ ഒരു അരവരിയിൽ പറഞ്ഞിട്ട് താങ്കൾ എന്തും പറഞ്ഞോളൂ. ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന RSS-ഉം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ RSS-ൽ ചേർക്കാൻ നോക്കുന്നു, IAS-കാരെ പാട്ടിലാക്കാൻ നോക്കുന്നു, സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ജഡ്ജിമാർ വരെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കകത്ത് അതിനെതിരെ പൊരുകുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥരെ RSS-ൽ ചേർക്കാനുള്ള ശ്രമത്തിനെതിരെ നിങ്ങൾ എവിടെ പൊരുന്നു? ഉദ്യോഗസ്ഥരെ RSS-ൽ ചേർക്കാനുള്ള ശ്രമത്തിനെതിരെ എവരെ പൊരുന്നു? RSS-ൽ ചേർത്ത ഉദ്യോഗസ്ഥരാണ് പിണറായി ബോധ്യപ്പെടുത്തണം. അങ്ങനെ പിന്നെ ADGP അവിടെ ഇരിക്കുമ്പോൾ ബോധ്യപ്പെടുത്തണ്ടേ? 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 ADGP നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വലിയ വർഗീയ വിരുദ്ധതയുടെ വർത്താനം പറയല്ലേ? RSS-ന്റെ ഓഫീസിൽ നിന്നുള്ള കമ്പിയടി കേട്ടിട്ട് അതിനനുസരിച്ച് നടപടി എടുക്കുന്ന ADGP അവിടെ ഇരിക്കുകയാണ്. ആ ADGP പറ്റില്ല എന്ന് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടില്ല, പറയാൻ പേടിയാണ്. അതിലും താങ്കൾക്ക് ഭയമാണ്. ഞാൻ ചോദിച്ചാലോ, അരവാചകം പറ. MR അജിത് കുമാർ RSS ഓഫീസിൽ പോകുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് അരവാചകം അനിൽകുമാറിന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. BJP-യുടെ കൂടെ പോയി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയ ചോദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം ധൈര്യമുണ്ട് പറ. ജമാഅത്തെ ഇസ്ലാമിയോടും നിങ്ങളുടെ ചാനലിനോട് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ചോദ്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദ്യം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാം, സമൂഹത്തോട് പറ. ജമാഅത്തെ ഇസ്ലാമിയോട് പറയേണ്ട നാട്ടുകാരോട് പറ. എപ്പോഴും പറയുന്നുണ്ടല്ലോ ഈ നാടിനോട് പറ. RSS ഓഫീസിൽ പോകുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് പറയാൻ അനിൽകുമാറിന് ധൈര്യമില്ല. അനിൽകുമാറിന് ഈ ചോദ്യത്തിനും ധൈര്യമില്ല. പറഞ്ഞാൽ അനിൽകുമാറെ താങ്കളെക്കാൾ CPM-ലെ മുതിർന്ന നേതാക്കൾ അനിൽകുമാറെ താങ്കളെക്കാൾ പവർഫുള്ളാണ് അജിത് കുമാർ. താങ്കളെക്കാൾ പവർഫുള്ളാണ് അജിത് കുമാർ എന്ന് ഓർത്തോ? താങ്കളെക്കാൾ പവർഫുള്ളാണ് പിണറായി വിജയന്റെ കീഴിൽ അജിത് കുമാർ. കാര്യാലയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ പോയിട്ടുമില്ല. ശരി, അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞെങ്കിൽ ഇത് പറ. അത് കഴിഞ്ഞെങ്കിൽ ഇത് പറ. ശരി, ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ നിങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ പോയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പോയ പോലെ നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ കീഴിലെ പ്രധാന ഉദ്യോഗസ്ഥർ RSS ഓഫീസിൽ പോകുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാട് എന്താണ്? ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? ധൈര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ നിർത്തും. എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. മലയാളത്തിൽ അജിത് കുമാറിനെതിരെ പറയാൻ CPM-കാരനായ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. മലയാളത്തിൽ പറഞ്ഞു, നിങ്ങൾ കമ്പൊടിക്കുന്നത് RSS-ന്റെ മുമ്പിലാണ്. അങ്ങനെ RSS-ന്റെ കാൽക്കോൾ പോയി കമ്പൊടിച്ച ആരിഫ് അലിയുടെ ശിഷ്യനല്ല നിങ്ങൾ. അത് നിങ്ങൾ കമ്പൊടിച്ചിട്ടോ? ഞങ്ങൾ കമ്പൊടിക്കുന്നവരല്ല. ഈ ADGP അജിത് കുമാർ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ചോദിക്കാൻ
ഒരു ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട്. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എന്താണ് കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടെന്താണ്? ഉദ്യോഗസ്ഥർ അങ്ങനെ നടത്താമോ ഇല്ലയോ? ഉദ്യോഗസ്ഥർ അങ്ങനെ നടത്താമോ ഇല്ലയോ? രാഷ്ട്രീയ നിലപാടെന്താണ്? രാഷ്ട്രീയ നിലപാടെന്താണ്? വാട്ട് ഈസ് യുവർ പാർട്ടീസ് പൊളിറ്റിക്കൽ പൊസിഷൻ? ഉണ്ടേ പറ. ബിനോയ് വിശ്വത്തിനുണ്ട്, CPI-ക്കുണ്ട്, RJD-ക്കുണ്ട്, CPM-നില്ല. RJD-ക്കുണ്ട്, CPI-ക്കുണ്ട്, CPM-നില്ല. പേടിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ മനസ്സിലായി. പേടിക്കുന്നത് ദത്താത്രേയ ഹൊസബല്ലയാണോ, അതോ ഇനിയിപ്പോ സർസംഘചാലകിനെയാണോ, അതോ വേറെ ഏതെങ്കിലും ഏജൻസിയാണോ പേടിക്കണത്? ജമാഅത്തെ ഇസ്ലാമിയെ പേടിയാ. നിങ്ങൾക്ക് സമാധാനം കാണുമല്ലോ. RSS-നെ പേടിയാണെന്ന് പറഞ്ഞാൽ പോരെ? അജിത് കുമാറിനെ താങ്കൾ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം താങ്കളാണോ അജിത് കുമാറാണോ പ്രധാനം ചോദിച്ചാൽ പിണറായി വിജയന് അജിത് കുമാറാ പ്രധാനം. വന്നിട്ട് നിങ്ങളൊരു അജണ്ടയായിട്ട് ചർച്ചയ്ക്ക് വന്നാൽ സംശയമുണ്ടോ? അജണ്ട ഉണ്ട്. എല്ലാ ചർച്ചയ്ക്കും അജണ്ടയില്ലേ? അജണ്ട ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ബ്ലാ ബ്ലാ പറയാൻ പറ്റുമോ? അന്വേഷണം നടക്കുന്നു. ആ അജണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്. അത് കാശ്മീരിൽ BJP-യോട് കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ആ അജണ്ട ഞങ്ങളുടെ മേലെ ചെലവഴിക്കാൻ വന്നാൽ അതിന് വഴങ്ങുന്ന പ്രശ്നമില്ല. അത്രയും പറഞ്ഞല്ലോ. ശരി, അത്രയും പറഞ്ഞാൽ മതി. കാശ്മീർ, ജമാഅത്തെ ഇസ്ലാമി, തീവ്രവാദം, വിഘടനവാദം എല്ലാം പറഞ്ഞല്ലോ. എല്ലാം പരിശോധന വേറെ. അദ്ദേഹം കുറ്റം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. RSS ഓഫീസിന്റെ തിണ്ണ നിറങ്ങുന്ന ഉദ്യോഗസ്ഥർ വേണമോ വേണ്ടയോ? അതിലെ രാഷ്ട്രീയ നിലപാടെന്താണ്? രാഷ്ട്രീയം പറ അനിൽകുമാറെ. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പറ. രാഷ്ട്രീയം പറ. അന്വേഷിക്കുന്ന ഏജൻസി, നിയമം, സാങ്കേതികത, സർക്കാർ, സിസ്റ്റം, അത് വിട്. രാഷ്ട്രീയം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അനിൽകുമാറെ താങ്കൾക്ക് പാർട്ടിയിൽ പോലും പിന്നെ പദവി ഉണ്ടാവുമെന്ന് പേടിക്കേണ്ടി വരും. കാരണം അജിത് കുമാർ അത്ര പവർഫുൾ ആണ്. അജിത് കുമാർ പവർഫുൾ ആണ്. ഒരു പദവിയില്ല, ഒരു പദവിയുടെ പ്രശ്നമില്ല. അജിത് കുമാർ പവർഫുൾ ആണ് എന്ന് താങ്കൾക്കറിയാം. ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും നിങ്ങളുടെ കീഴിലെ ഉദ്യോഗസ്ഥൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടോ? നിങ്ങളുടെ കീഴിലെ ഉദ്യോഗസ്ഥൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടോ? രാഷ്ട്രീയ നിലപാട് ബിനോയ് വിശ്വം പറയുന്ന പോലെ ഒരു ഉറപ്പ് താങ്കൾക്ക് പറയാം. നിയമപരമായിട്ട് നടപടി ഉണ്ടാകും. നിയമപരമായിട്ടേ ഉള്ളൂ. രാഷ്ട്രീയ നടപടിയൊന്നും ഇല്ല. ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയമായ നിലപാടൊന്നും ഇല്ല. ഉദ്യോഗസ്ഥന്മാരുടെ പേരില് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. വിഡ്ഢിത്തരം പറയരുത്. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് നടപടി എടുക്കുമ്പോൾ നടപടിയല്ല, അയാളെ പദവിയിൽ നിന്ന് മാറ്റി വേറെ ഒരു അപ്രധാന പദവിയിൽ വെക്കാൻ ഒരു നടപടിയല്ല. അത് നടപടിയല്ല. കള്ളം പറയല്ലേ? വ്യാജം പറഞ്ഞ് പറ്റിക്കല്ലേ? വ്യാജം പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദവിയിലേക്ക് ഒരാളെ മാറ്റി സ്ഥാപിക്കാൻ നിങ്ങളുടെ പൊളിറ്റിക്കൽ വില്ലാണ്. പൊളിറ്റിക്കൽ വില്ലാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയും ഈ ഭരണകൂടം ആരെ ഭയപ്പെടുന്നു? ഈ ഭരണകൂടം ആരെയാണ് ഭയപ്പെടുന്നത്? ഈ ഭരണകൂടം ആരെയാണ് ഭയപ്പെടുന്നത്? ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ഭയപ്പെടുന്ന ആരെയാണെന്ന് തുറന്നു പറയൂ. നമുക്ക് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി? നിങ്ങൾ ഭയപ്പെടുന്ന ആരെയാണെന്ന് തുറന്നു പറയൂ. നമുക്ക് ഒരുമിച്ച് ആ ഭയത്തിന്റെ ശക്തികൾക്കെതിരെ അണിനിരക്കാം. നമുക്ക് ഈ നാട് ബാക്കി വേണമല്ലോ. ഭയപ്പെട്ടിട്ടാണോ ഗവർണർക്കെതിരെ പറയുന്നത്? മോദിയെ ഭയപ്പെട്ടിട്ടാണോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ പത്രം വായിക്കാറില്ലേ? മോദിയെ ഭയപ്പെട്ടിട്ടാണോ ഗവർണർ പറയൂ? അജിത് കുമാർ RSSകാരുടെ വീട്ടിൽ പോകുന്നത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉഴറുകയാണ് താങ്കൾ. താങ്കൾ മാത്രമല്ല, താങ്കളുടെ PB അംഗവും താങ്കളുടെ പാർട്ടിയും പോലും. ഇല്ല, താങ്കളെ അധൈര്യപ്പെടുത്തുന്ന ആ ചോദ്യം ആവർത്തിച്ചേ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളെ അധൈര്യപ്പെടുത്തുന്ന ആ ചോദ്യം, താങ്കളെ ഭയപ്പെടുത്തുന്ന ഏതോ ഒരു കേന്ദ്രം, ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നില്ല. അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരവല്ലാത്തതെല്ലാം താങ്കൾ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, താങ്ക് യു ശ്രീ അനിൽകുമാർ. താങ്ക് യു ശ്രീ അനിൽ അക്കര. ഒരിക്കൽ കൂടി വരാൻ പറ്റില്ല, ദയവായി മനസ്സിലാക്കുമല്ലോ.